ഹലോ എവരി വൺ, വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. ഇന്ന് ഡിസംബർ 27-ാം തീയതിയാണ്. അപ്പോൾ ഇന്നത്തെ കറണ്ട് അഫയേഴ്സ് ആണ് ഈ വീഡിയോയിൽ ഞാൻ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. അപ്പോൾ നമുക്ക് ഫസ്റ്റ് ന്യൂസിലേക്ക് കടക്കാം. ഡിഫൻസ് സെക്രട്ടറി ശ്രീ രാജേഷ് കുമാർ സിംഗ് ലോഞ്ചസ് രാഷ്ട്രപർവ് വെബ്സൈറ്റ് ആൻഡ് മൊബൈൽ ആപ്പ് ഓൺ ഗുഡ് ഗവർണൻസ് ഡേ. അപ്പോൾ ഗുഡ് ഗവർണൻസ് ഡേയുടെ ഒരു ഇതിൽ ഡിസംബർ 25-ന് ഡിഫൻസ് സെക്രട്ടറി ശ്രീ രാജേഷ് കുമാർ സിംഗ് രാഷ്ട്രപർവ് വെബ്സൈറ്റും അതേപോലെ മൊബൈൽ ആപ്ലിക്കേഷനും ലോഞ്ച് ചെയ്തു എന്നാണ് പറഞ്ഞിട്ടുള്ളത്. അതിൻ്റെ ഡീറ്റെയിൽസ് ഇവിടെ കൊടുത്തിട്ടുണ്ട്. ഡിഫൻസ് സെക്രട്ടറി ശ്രീ രാജേഷ് കുമാർ സിംഗ് ലോഞ്ച്ഡ് ദ രാഷ്ട്രപർവ് വെബ്സൈറ്റ് അലോങ് വിത്ത് ഇറ്റ്സ് മൊബൈൽ ആപ്പ് ഓൺ December 25th on the occasion of Good Governance Day, commemorating the birth anniversary of former Prime Minister Sri Atal Bihari Vajpayee. അതിൻ്റെ ബാക്കി ഡീറ്റെയിൽസ് നിങ്ങൾക്ക് വായിക്കാം. നിങ്ങളിതിൻ്റെ സ്ക്രീൻഷോട്ട് എടുത്ത് വെച്ചിട്ടുണ്ടാവുമെന്ന് കരുതുന്നു. അപ്പോൾ നമുക്ക് നെക്സ്റ്റ് ന്യൂസിലേക്ക് കിടക്കാം. Equity raised through IPOs will cross 2 trillion rupees in 2025. അപ്പോൾ ഇക്വിറ്റി റേസ്ഡ് ത്രൂ IPOs 2 trillion rupees ക്രോസ് ചെയ്യും 2025 എന്നാണ് പറഞ്ഞിട്ടുള്ളത്. അതിൻ്റെ ഡീറ്റെയിൽസ് നമുക്കൊന്ന് വായിക്കാം. ഇന്ത്യ ഹാസ് എമർജ്ഡ് ആസ് എ ഗ്ലോബൽ ലീഡർ ഇൻ ഇനീഷ്യൽ പബ്ലിക് ഓഫറിംഗ്സ്, ഹോസ്റ്റിംഗ് ട്വൈസ് ആസ് മെനി IPOs ആസ് ഇൻ ദ യുണൈറ്റഡ് സ്റ്റേറ്റ്സ് ആൻഡ് 2.5 times more than Europe, shows data analyzed by Pantomath Group. In the first 11 months of 2024 alone, 76 companies raised 1.3 trillion rupees. Pantomath Group's report now predicts 2 trillion plus rupees record-breaking IPO fundraising in 2025. അതിൻ്റെ ബാക്കി ഡീറ്റെയിൽസ് നിങ്ങൾക്ക് വായിക്കാം. അപ്പോൾ ഇക്വിറ്റി റേസ്ഡ് ത്രൂ IPOs 2 trillion rupees ക്രോസ് ചെയ്യും 2025 എന്നാണ് പറഞ്ഞിട്ടുള്ളത്. അപ്പോൾ നമുക്ക് നെക്സ്റ്റ് ന്യൂസിലേക്ക് കിടക്കാം. അതിന് മുമ്പ് ഇതിൻ്റെ കണ്ടിന്യൂഷൻ ഈ ഒരു പേജിലും കൂടി ഉണ്ട്. ഇതിൻ്റെ കൂടി സ്ക്രീൻഷോട്ട് നിങ്ങൾക്ക് എടുത്ത് വെക്കാം. നമുക്ക് നെക്സ്റ്റ് ന്യൂസിലേക്ക് കിടക്കാം. ബാങ്ക്സ് ആവറേജ് ഡെയിലി റിസർവ്സ് ഫാൾ ആഫ്റ്റർ FIT ഫ്രെയിംവർക്ക് RBI റിപ്പോർട്ട്. അപ്പോൾ ഒരു RBI റിപ്പോർട്ടിൽ പറഞ്ഞിരിക്കുന്നത് ബാങ്കിൻ്റെ ആവറേജ് ഡെയിലി റിസർവ്സ് ഫാൾ ചെയ്തു എന്നാണ് പറഞ്ഞിട്ടുള്ളത്. FIT ഫ്രെയിംവർക്കിന് ശേഷം ബാങ്ക്സിൻ്റെ ആവറേജ് ഡെയിലി റിസർവ്സ് താഴ്ന്നു എന്നാണ് പറഞ്ഞിട്ടുള്ളത്. അതിൻ്റെ ഡീറ്റെയിൽസ് നമുക്കൊന്ന് വായിക്കാം. ദ ആവറേജ് ഡെയിലി റിസർവ്സ് മെയിൻറ്റെയിൻഡ് ബൈ ബാങ്ക്സ് ഹാവ് കം ഡൗൺ, resulting in freeing up incremental resources that may be deployed for productive purposes after the Reserve Bank of India adopted a flexible inflation targeting framework in 2016 and introduced automatic sweep in sweep out facility, according to report by RBI staffers. അതിൻ്റെ ബാക്കി ഡീറ്റെയിൽസ് നിങ്ങൾക്ക് വായിക്കാം. നിങ്ങളിതിൻ്റെ സ്ക്രീൻഷോട്ട് എടുത്ത് വെച്ചിട്ടുണ്ടാവും എന്ന് കരുതുന്നു. നമുക്ക് നെക്സ്റ്റ് ന്യൂസിലേക്ക് കിടക്കാം. അതിന് മുമ്പ് ഇതിൻ്റെ കണ്ടിന്യൂഷൻ ഈ ഒരു പേജിലും കൂടി ഉണ്ട്. ഇതിൻ്റെയും കൂടി സ്ക്രീൻഷോട്ട് നിങ്ങൾക്ക് എടുത്ത് വെച്ചിട്ട് വായിച്ചു നോക്കാം. നമുക്കപ്പോൾ നെക്സ്റ്റ് ന്യൂസിലേക്ക് കിടക്കാം. പ്രസിഡന്റ് മുർമു, അതായത് പ്രസിഡന്റ് ദ്രൗപദി മുർമു അപ്പോയിന്റ്സ് ന്യൂ ഗവർണേഴ്സ്, പുതിയ ഗവർണേഴ്സിനെ അപ്പോയിന്റ് ചെയ്തു എന്നാണ് പറഞ്ഞിട്ടുള്ളത്. അജയ് കുമാർ ഭല്ല ഗെറ്റ്സ് മണിപ്പൂർ. അജയ് കുമാർ ഭല്ല മണിപ്പൂരിൻ്റെ ഗവർണറായി. അതേപോലെ കേരളയുടെ ആരിഫ് മുഹമ്മദ് ഖാൻ ബീഹാറിൻ്റെ ഗവർണറും ആയിരിക്കുകയാണ്. അപ്പോൾ അതിൻ്റെ ഡീറ്റെയിൽസ് നമുക്കൊന്ന് വായിക്കാം. പ്രസിഡന്റ് ഓഫ് ഇന്ത്യ ദ്രൗപദി മുർമു ഹാസ് അപ്പോയിന്റഡ് ന്യൂ ഗവർണേഴ്സ് ഫോർ സെവറൽ സ്റ്റേറ്റ്സ് ഇൻക്ലൂഡിംഗ് കേരള ആൻഡ് മണിപ്പൂർ. ഫോർമർ യൂണിയൻ ഹോം സെക്രട്ടറി അജയ് കുമാർ ഭല്ല ഹാസ് ബീൻ അപ്പോയിന്റഡ് ആസ് മണിപ്പൂർ ഗവർണർ. അപ്പോൾ അജയ് കുമാർ ഭല്ല മണിപ്പൂരിൻ്റെ ഗവർണറായി. അഡീഷണലി കേരളത്തിൻ്റെ ഗവർണറായിരുന്ന ആരിഫ് മുഹമ്മദ് ഖാൻ ഗ്രാൻറ്റഡ് അനദർ ടേം ആഫ്റ്റർ എ ഫുൾ ടെന്യൂർ ഇൻ കേരളത്തിന് ശേഷം ഇപ്പോൾ അപ്പോയിന്റ് ചെയ്തിരിക്കുകയാണ്. ബീഹാറിൻ്റെ ഗവർണറായിട്ട് അപ്പോയിന്റ് ചെയ്തിരിക്കുകയാണ്. മോറോവർ പ്രസിഡന്റ് ആക്സെപ്റ്റഡ് റെസിഗ്നേഷൻ ഓഫ് രഘുബർ ദാസ് ആസ് ഗവർണർ ഓഫ് ഒഡീഷ. രഘുബർ ദാസ് ഒഡീഷയുടെ ഗവർണറായിരുന്നു. റെസിഗ്നേഷൻ ആക്സെപ്റ്റ് ചെയ്തു പ്രസിഡന്റ് ദ്രൗപദി മുർമു. ഇൻ പ്ലേസ് ഓഫ് രഘുബർ ദാസിന്റെ സ്ഥാനത്ത് മിസോറാംസ് ഡോക്ടർ ഹരി ബാബു കമ്പംപട്ട് ഹാസ് ബീൻ ഗ്രാൻറ്റഡ് റെസ്പോൺസിബിലിറ്റി ഓഫ് ദി സ്റ്റേറ്റ്. മണിപ്പൂരിൻ്റെ റെസ്പോൺസിബിലിറ്റി കമ്പംപട്ടിനാണ് കൊടുത്തിരിക്കുന്നത്. പിന്നെ ഡോക്ടർ ഹരി ബാബു കമ്പംപള്ളി ഗവർണർ ഓഫ് മിസോറാം ഹാസ് ബീൻ അപ്പോയിൻറ്റഡ് ആസ് ഗവർണർ ഓഫ് ഒഡീഷയായിട്ട് അപ്പോയിൻ്റ് ആയി. പിന്നെ ജനറൽ ഡോക്ടർ വിജയ് കുമാർ സിംഗ് PVSM, AVSM, YSM റിട്ടയർഡ് അപ്പോയിൻറ്റഡ് ആസ് ഗവർണർ ഓഫ് മിസോറാം ആയിട്ട് അപ്പോയിൻ്റ് ആയി. പിന്നെ രാജേന്ദ്ര വിശ്വനാഥ് ആർലേക്കർ ഗവർണർ ഓഫ് ബീഹാർ ആയിരുന്നു, ഇപ്പോൾ ഗവർണർ ഓഫ് കേരളയായി. അപ്പോൾ കേരളത്തിൻ്റെ പുതിയ ഗവർണറാണ് രാജേന്ദ്ര വിശ്വനാഥ് ആർലേക്കർ ആണ് കേരളത്തിൻ്റെ ഗവർണർ. പിന്നെ ആരിഫ് മുഹമ്മദ് ഖാൻ ഗവർണർ ഓഫ് കേരളയായിരുന്നു, അത് ഗവർണർ ഓഫ് ബീഹാറായി മാറി.
പിന്നെ അജയ് കുമാർ ഭല്ല ഗവർണർ ഓഫ് മണിപ്പൂറായിട്ട് അപ്പോയിൻ്റ് ആയി. As per Rashtrapati Bhavan's statement, the appointments of governors will take effect from the dates they will assume charge of their respective offices. അപ്പോൾ എന്നാണോ ഓഫീസിൽ സ്ഥാനം ഏറ്റെടുക്കുന്നത് അന്ന് അവരുടെ ഇത് അസ്യൂം ചാർജ് തുടങ്ങുമെന്നാണ് പറഞ്ഞിട്ടുള്ളത്. അപ്പോൾ നമുക്ക് നെക്സ്റ്റ് ന്യൂസിലേക്ക് കടക്കാം. ജമ്മു ആൻഡ് കാശ്മീർ ബാങ്ക് അപ്പോയിൻറ്റ്സ് അമിതാഭ ചാറ്റർജി ആസ് ഇറ്റ്സ് ന്യൂ മാനേജിംഗ് ഡയറക്ടർ. അപ്പോൾ ജമ്മു ആൻഡ് കാശ്മീർ ബാങ്ക് അമിതാഭ ചാറ്റർജി അവരുടെ പുതിയ മാനേജിംഗ് ഡയറക്ടറായിട്ട് അപ്പോയിൻറ്റ് ചെയ്തു എന്നാണ് പറഞ്ഞിട്ടുള്ളത്. അപ്പോൾ നമുക്ക് അതിൻ്റെ ഡീറ്റെയിൽസ് ഒന്ന് വായിക്കാം. ജമ്മു ആൻഡ് കാശ്മീർ ബാങ്ക് അനൗൺസ്ഡ് ദ അപ്പോയിൻമെൻറ്റ് ഓഫ് അമിതാഭ ചാറ്റർജി, കറന്റ്ലി ഡെപ്യൂട്ടി മാനേജിംഗ് ഡയറക്ടർ ഓഫ് സ്റ്റേറ്റ് ബാങ്ക് ഓഫ് ഇന്ത്യ, ആസ് ഇറ്റ്സ് ന്യൂ മാനേജിംഗ് ഡയറക്ടർ ആൻഡ് CEO. Chatterjee will replace Baldev Prakash, whose term comes to an end on December 29th. അപ്പോൾ ചാറ്റർജി ബൽദേവ് പ്രകാശിനെയാണ് റീപ്ലേസ് ചെയ്യുന്നത്. അപ്പോൾ ചാറ്റർജി ആയിരിക്കും ഇനി ജമ്മു ആൻഡ് കാശ്മീർ ബാങ്കിൻ്റെ പുതിയ MD ആൻഡ് CEO. അപ്പോൾ SBIയുടെ ഡെപ്യൂട്ടി മാനേജിംഗ് ഡയറക്ടർ ആയിരുന്നു ഈ അമിതാഭ ചാറ്റർജി. അതിൻ്റെ ബാക്കി ഡീറ്റെയിൽസ് നിങ്ങൾക്ക് വായിക്കാം. നിങ്ങളിതിൻ്റെ സ്ക്രീൻഷോട്ട് എടുത്ത് വെച്ചിട്ടുണ്ടാവും എന്ന് കരുതുന്നു. നമുക്ക് നെക്സ്റ്റ് ന്യൂസിലേക്ക് കടക്കാം. Center appoints Arunish Chawla as a new revenue secretary in finance ministry. അപ്പോൾ സെൻറ്റർ അപ്പോയിൻറ്റ് ചെയ്തിരിക്കുകയാണ് അരുണീഷ് ചൗളെ റവന്യൂ സെക്രട്ടറി ആയിട്ട്. അപ്പോൾ അതിൻ്റെ ഡീറ്റെയിൽസ് നമുക്കൊന്ന് വായിക്കാം. ദ അപ്പോയിൻറ്റ്മെൻറ്റ്സ് കമ്മിറ്റി ഓഫ് ദ ക്യാബിനറ്റ് ഓൺ വെനസ്ഡേ അപ്പോയിൻറ്റഡ് സെക്രട്ടറി ഇൻ ദ ഡിപ്പാർട്ട്മെൻറ്റ് ഓഫ് ഫാർമസ്യൂട്ടിക്കൽസ് അരുണീഷ് ചൗള ആസ് ദ നെക്സ്റ്റ് റവന്യൂ സെക്രട്ടറി 1992. അത് ബാക്കി ഡീറ്റെയിൽസ് ഒക്കെ നിങ്ങൾക്ക് വായിച്ചിരിക്കാം, വായിച്ച് നോക്കാം. അപ്പോൾ സെൻറ്റർ ഇപ്പോൾ അരുണീഷ് ചൗളയാണ് റവന്യൂ സെക്രട്ടറി ആയിട്ട്, ഫിനാൻസ് മിനിസ്റ്ററുടെ റവന്യൂ സെക്രട്ടറി ആയിട്ട് അപ്പോയിൻറ്റ് ചെയ്തത് അരുണീഷ് ചൗളയാണ്. അപ്പോൾ അതിൻ്റെ ബാക്കി ഡീറ്റെയിൽസ് നിങ്ങൾക്ക് വായിക്കാം. നമുക്ക് നെക്സ്റ്റ് ന്യൂസിലേക്ക് കിടക്കാം. അതിന് മുമ്പ് അതിൻ്റെ കണ്ടിന്യൂഷൻ ഈ ഒരു പേജിലും കൂടി ഉണ്ട്. ഇതിൻ്റെയും കൂടി സ്ക്രീൻഷോട്ട് നിങ്ങൾക്ക് എടുത്ത് വെക്കാം. നമുക്ക് നെക്സ്റ്റ് ന്യൂസിലേക്ക് കിടക്കാം. അദാനീസ് മുന്ദ്ര പോർട്ട് വെൽക്കംസ് ഇറ്റ്സ് ഫസ്റ്റ് എവർ LNG പവേർഡ് വെസൽ. അപ്പോൾ അദാനിയുടെ മുന്ദ്ര പോർട്ട് അവരുടെ ഫസ്റ്റ് LNG പവേർഡ് വെസലിനെ വെൽക്കം ചെയ്തു എന്നാണ് പറഞ്ഞിട്ടുള്ളത്. അപ്പോൾ അതിൻ്റെ ഡീറ്റെയിൽസ് നമുക്കൊന്ന് വായിക്കാം. അദാനി പോർട്സ് ആൻഡ് Special Economic Zone Mundra welcomed CMA CGM Fort Diamond, the first ever liquefied natural gas powered container vessel to dock at the port's container terminal CT4, the APSEZ said. അപ്പോൾ അതിൻ്റെ ബാക്കി ഡീറ്റെയിൽസ് ഒക്കെ നിങ്ങൾക്ക് വായിക്കാം. അദാനി മുന്ദ്ര പോർട്ട് ഫസ്റ്റ് എവർ LNG പവേർഡ് വെസൽ വെൽക്കം ചെയ്തു എന്നാണ് പറഞ്ഞിട്ടുള്ളത്. അപ്പോൾ നമുക്ക് നെക്സ്റ്റ് ന്യൂസിലേക്ക് കിടക്കാം. അതിന് മുമ്പ് ഇതിൻ്റെ കണ്ടിന്യൂഷൻ ഈ ഒരു പേജിലും കൂടി ഉണ്ട്. നമുക്ക് നെക്സ്റ്റ് ന്യൂസിലേക്ക് കിടക്കാം. അക്കുംസ് ഗ്രൂപ്പ് ഇൻസ്പാക്ട് വിത്ത് വർത്ത് 200 million euros ഫോർ യൂറോപ്യൻ മാർക്കറ്റ്. അപ്പോൾ അക്കുംസ് ഗ്രൂപ്പ് 200 million euros വരുന്ന ഒരു എഗ്രിമെൻറ്റ് സൈൻ ചെയ്തിരിക്കുകയാണ് യൂറോപ്യൻ മാർക്കറ്റിന് വേണ്ടിയിട്ട്. അതിൻ്റെ ഡീറ്റെയിൽസ് നമുക്കൊന്ന് വായിക്കാം. Contract Development and Manufacturing Organization, Akkums Group said it has entered into a strategic long-term agreement at an estimated value of 200 million euros with an undisclosed global pharma firm for manufacturing and supply of formulations in European market. Under this collaboration, Akkums Group will produce and supply multiple stock keeping units for oral liquid formulations, which the partner company will market across various European countries, the company said in a statement. The total value of this agreement is estimated at 200 million euros. As part of the agreement, Akkums Group will receive an upfront payment of 100 million euros, 880 crore rupees, for product development and site approval from European authorities, it added. അതിൻ്റെ ബാക്കി ഡീറ്റെയിൽസ് നിങ്ങൾക്ക് വായിക്കാം. ഇതിൻ്റെ നമുക്ക് നെക്സ്റ്റ് ന്യൂസിലേക്ക് കിടക്കാം. ഗുഡ് ഗവർണൻസ് ഡേ ആയിട്ട് ഒബ്സർവ് ചെയ്യുന്നത് 25th December ആണ്. അപ്പോൾ ഗുഡ് ഗവർണൻസ് ഡേ ഇസ് ഒബ്സർവ്ഡ് ഓൺ 25th December എവറി ഇയർ ഇൻ ഹോണർ ഓഫ് ഫോർമർ പ്രൈം മിനിസ്റ്റർ Sri Atal Bihari Vajpayee's birth anniversary. The day reminds us that governance is not just about administration but about making the better for every citizen. അപ്പോൾ അങ്ങനെയാണ് ആ ഒരു ഡേ വന്നിട്ടുള്ളത്. അപ്പോൾ നിങ്ങൾക്ക് ഇതിൻ്റെ സ്ക്രീൻഷോട്ട് എടുത്ത് വെക്കാം. നമുക്ക് നെക്സ്റ്റ് ന്യൂസിലേക്ക് കിടക്കാം. RBI imposes monetary penalty on the Bharat Cooperative Bank Limited, Bengaluru. അപ്പോൾ ഭാരത് കോപ്പറേറ്റീവ് ബാങ്ക് ലിമിറ്റഡ് ബാംഗ്ലൂരിൽ ആ ബാങ്കിന്
RBI മോണിറ്ററി പെനാൽറ്റി ചുമത്തിയിരിക്കുകയാണ്. 3 ലക്ഷം രൂപയുടെ പെനാൽറ്റിയാണ് ചുമത്തിയിരിക്കുന്നത്. അതിവിടെ കൊടുത്തിട്ടുണ്ട്, നമുക്കൊന്ന് വായിക്കാം. ദ റിസർവ് ബാങ്ക് ഓഫ് ഇന്ത്യ ഹാസ് ബൈ ആൻ ഓർഡർ ഡേറ്റഡ് 18 December 2024 imposed a monetary penalty of 3 lakh rupees on Bharat Cooperative Bank Limited, Bengaluru, for non-compliance with specific directions issued by Reserve Bank of India under Supervisory Action Framework. The Reserve Bank of India has by an order dated 18 December 2024 imposed a monetary penalty of 1 lakh rupees on Swami Vivekananda Sahakari Bank, Niyamita, Nidangadi, Karnataka. അതിൻ്റെ ബാക്കി ഡീറ്റെയിൽസ് ഒക്കെ നിങ്ങൾക്ക് വായിക്കാം. നിങ്ങൾ ഇതിൻ്റെ സ്ക്രീൻഷോട്ട് എടുത്ത് വെച്ചോളൂ. നമുക്ക് നെക്സ്റ്റ് ന്യൂസിലേക്ക് കിടക്കാം. അതിന് മുമ്പ് ഇതിൻ്റെ കണ്ടിന്യൂഷൻ ഈ ഒരു പേജിലും കൂടി ഉണ്ട്. ഇതിൻ്റെയും കൂടി സ്ക്രീൻഷോട്ട് നിങ്ങൾക്ക് എടുത്ത് വെക്കാം. അപ്പോൾ നമുക്ക് നെക്സ്റ്റ് ന്യൂസിലേക്ക് കിടക്കാം. Martina Devi wins silver in women's junior 87 kg plus 87 kg at Asian Junior Weightlifting Championships. അപ്പോൾ ഏഷ്യൻ ജൂനിയർ വെയ്റ്റ് ലിഫ്റ്റിംഗ് ചാമ്പ്യൻഷിപ്സിൽ മാർട്ടീന ദേവി സിൽവർ നേടിയിരിക്കുകയാണ് വുമൻസ് ജൂനിയറിൽ. അതിൻ്റെ ഡീറ്റെയിൽസ് ഇവിടെ കൊടുത്തിട്ടുണ്ട്, നിങ്ങൾക്ക് ഇത് വായിക്കാം. നിങ്ങൾ ഇതിൻ്റെ സ്ക്രീൻഷോട്ട് എടുത്ത് വെച്ചിട്ടുണ്ടാവും എന്ന് കരുതുന്നു. നമുക്ക് നെക്സ്റ്റ് ന്യൂസിലേക്ക് കിടക്കാം. പ്രൈം മിനിസ്റ്റർ ടു ഡിസ്ട്രിബ്യൂട്ട് ഓവർ 50 lakh പ്രോപ്പർട്ടി കാർഡ്സ് ടു പ്രോപ്പർട്ടി ഓണേഴ്സ് അണ്ടർ സ്വാമിത്വ സ്കീം. പ്രൈം മിനിസ്റ്റർ ടു ഡിസ്ട്രിബ്യൂട്ട് ഓവർ 50 lakh പ്രോപ്പർട്ടി കാർഡ്സ് ടു പ്രോപ്പർട്ടി ഓണേഴ്സിന് അണ്ടർ സ്വാമിത്വ സ്കീമിൻ്റെ അണ്ടറിൽ. അപ്പോൾ അതിൻ്റെ ഡീറ്റെയിൽസ് ഇവിടെ കൊടുത്തിട്ടുണ്ട്, നിങ്ങൾക്കിത് വായിക്കാം. നിങ്ങളിതിൻ്റെ സ്ക്രീൻഷോട്ട് എടുത്ത് വെച്ചിട്ടുണ്ടാവും എന്ന് കരുതുന്നു. നമുക്ക് നെക്സ്റ്റ് ന്യൂസിലേക്ക് കിടക്കാം. അതിന് മുമ്പ് ഇതിൻ്റെ കണ്ടിന്യൂഷൻ ഈ ഒരു പേജിലും കൂടി ഉണ്ട്, ഇതിൻ്റെ കൂടി സ്ക്രീൻഷോട്ട് എടുത്ത് വെക്കാം. അപ്പോൾ നെക്സ്റ്റ് ന്യൂസ്, RINL വിൻസ് ഗോൾഡ് അവാർഡ് അറ്റ് ദ AP സ്റ്റേറ്റ് എനർജി കൺസർവേഷൻ അവാർഡ് 2024 കോമ്പറ്റീഷൻസ്. അപ്പോൾ RINL, the corporate entity of Visakhapatnam Steel Plant, has won the prestigious Gold Award in the State Energy Conservation Award 2024 competitions conducted by State Energy Conservation Mission in Andhra Pradesh for its significant initiative towards energy conservation in iron and steel category. അപ്പോൾ RINL-നാണ് ഗോൾഡ് അവാർഡ് കിട്ടിയിരിക്കുന്നത് ആന്ധ്രാപ്രദേശ് സ്റ്റേറ്റ് എനർജി കൺസർവേഷൻ അവാർഡ് 2024 കോമ്പറ്റീഷൻസിൽ. അപ്പോൾ നിങ്ങളിതിൻ്റെ സ്ക്രീൻഷോട്ട് എടുത്ത് വെച്ചിട്ടുണ്ടാവും എന്ന് കരുതുന്നു. അപ്പോൾ ഇന്നത്തെ കറണ്ട് അഫയേഴ്സിൽ ഇത്രയേ ഉള്ളൂ. ഒരുവിധം എല്ലാ ഇമ്പോർട്ടൻറ്റ് ന്യൂസും ഞാൻ ഡിസ്കസ് ചെയ്തിട്ടുണ്ട്. നമുക്കപ്പോൾ നാളത്തെ കറണ്ട് അഫയേഴ്സിൽ വീണ്ടും കാണാം. സോ ബൈ എവരിവൺ.